എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചക്ക ചിപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ചക്ക ചവണിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒരേ സൈസിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് പീസാക്കി വെച്ചു. ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് അധികമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എണ്ണ ഒരു മീഡിയം ചൂടാകുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ചെറിയ ചെറിയ ബാച്ചസായിട്ട് വറുത്ത് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. കോരിയെടുക്കേണ്ട കറക്റ്റ് പാകമെന്ന് വെച്ചാൽ ഈ ചിപ്സ് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഒരു കിളുങ്ങുന്ന ശബ്ദം കേൾക്കും. ആ പാകമാകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. ഞാൻ അടുത്ത ബാച്ച് വറുക്കാനായിട്ടിട്ടു. അങ്ങനെ ഓരോരോ ബാച്ചായിട്ട് നമ്മൾ വറുത്ത് കോരിയെടുക്കുകയാണ്. ചെറിയ ചീനിച്ചട്ടി ആയതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് നമ്മൾ വറുത്ത് കോരിയെടുത്തു. ചിപ്സ് നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 തവണയായിട്ട് അത് വറുത്ത് കോരിയെടുക്കും. ആദ്യം ഒരു മീഡിയം വേവ് ആകുമ്പോൾ വറുത്ത് കോരി ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് തണുക്കുമ്പോൾ ഒന്നുകൂടി വറുത്ത് എടുക്കേണ്ടതാണ്. ആ ടൈമിൽ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കേണ്ടത്. എന്നിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നവർ വറുത്ത് അധികം ബ്രൗണായി കരിഞ്ഞു പോകാതെ പെട്ടെന്ന് കോരിയെടുക്കുക. അങ്ങനെ എല്ലാ ബാച്ചും രണ്ടാമത്തെ തവണയും നമ്മൾ വറുത്ത് കോരി എടുക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ തവണ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്ത് കോരിയെടുത്തു. എന്നിട്ടത് അല്പം ചൂട് മാറുമ്പോൾ നമ്മൾ ഒന്നുകൂടി വറുത്ത് കോരിയെടുത്തു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചിപ്സ് കിട്ടും. ചക്ക ചിപ്സ് റെഡിയായി കഴിഞ്ഞു.